വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ കഴിഞ്ഞ നിഫ്റ്റി അനാലിസിസിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ബുള്ളിഷ് സൈഡിലേക്ക്. പക്ഷേ അതൊരു ബിയറിഷ് സൈഡിലേക്കുള്ള മാനിപ്പുലേഷൻ ആണോ എന്നുള്ളത് കൂടി അതൊരു ക്രിട്ടിക്കൽ ജംഗ്ഷൻ ആയിട്ട് നമ്മൾ പരിഗണിച്ചിട്ട് അവിടുന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ബുള്ളിഷ്നെസ് കൺഫേം ആവുകയും അത് സസ്റ്റെയിൻ ചെയ്തതായിട്ടുമാണ് നമുക്ക് ആ പ്രൈസ് ആക്ഷനിലൂടെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു ബിയറിഷ് സൈഡിലേക്കുള്ള ഫെർദർ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ആ മാനിപ്പുലേഷൻ്റെ സാധ്യതയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻവാലിഡേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത്. സോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയുടെ ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് എത്രത്തോളം വരെ പോകാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ടാർഗറ്റ് അല്ലെങ്കിൽ ടെൻഡേറ്റീവ് ടാർഗറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഫിബൊനാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാജിക്കൽ ടൂൾ, വണ്ടർഫുൾ അനാലിറ്റിക്കൽ ടൂളാണ് നമുക്കറിയാം. നമ്മളെല്ലാ അനാലിസിസിലും യൂസ് ചെയ്യുന്നതാണ്. സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലും ഇൻഡൈസസിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ അത് റിസൾട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു അനാലിസിസും കൂടി നമ്മൾ ഇവിടെ റൺ ചെയ്യിക്കുന്നതാണ്. സോ എത്രത്തോളം ഈ ബുള്ളിഷ് മൂവ്മെൻറ്റ് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിഫ്റ്റിയുടെ ഒരു അസ്ഥിവാരം നമ്മൾ നോക്കുക എന്നുള്ള പോലെ ഒരു DNA അനാലിസിസ് നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതായത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള വെരി ഫസ്റ്റ് വീക്ക് മുതലുള്ള അനാലിസിസ് നമ്മൾ ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അതിൽ വരുന്നിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഫൈൻഡിങ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിബൊനാച്ചി ലെവൽസ് ആണ്. നിഫ്റ്റിക്ക് വന്നിട്ടുള്ള ബ്രേക്ക് ഔട്ട് എവിടെ മുതലാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ആ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്, കൊറോണ പോലത്തെ ഇവൻറ്റുകൾ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്, അത് അത്തരം ഇവൻറ്റുകൾ വരുന്ന സമയത്ത് എവിടെയാണ് സപ്പോർട്ട് എടുക്കുന്നത്, എവിടെയാണ് ഇതിൻ്റെ ഫെയർ വാല്യൂ കിടക്കുന്നത്, എവിടെയാണ് ലിക്വിഡിറ്റികൾ കിടക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു DNA അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് നൈസ് ട്രേഡ് അനാലിസിസ് എന്നാണ് ഞാനതിനെ വിളിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു DNA അനാലിസിസിൽ നമുക്ക് നിഫ്റ്റിയുടെ DNA അനാലിസിസ് എന്ന് പറയുമ്പോൾ ആ നിഫ്റ്റിയുടെ ഒരു അസ്ഥിവാരം നമുക്ക് മനസ്സിലാവണം. എങ്ങനെയാണ് അതിൻ്റെ ഭൂതകാലത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു പാസ്റ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കാം നിഫ്റ്റിയുടെ ഇനി അടുത്ത മൂവ്മെൻറ്റുകൾ എന്നുള്ളതൊക്കെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വീക്ക്ലി ചാർട്ട് അനാലിസിസ് ആണ്. അപ്പം ലോങ് ടേം പെർസ്പെക്റ്റീവാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഓൾസോ. മാർക്കറ്റ് അനാലിസിസ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉടൻ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും അവർക്കിത് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ നിഫ്റ്റിയുടെ ആ ഒരു അനാലിറ്റിക്കൽ പാർട്ടിലേക്ക് പോകാം. ഐ ഇൻവൈറ്റ് യു ടു ദ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് നിഫ്റ്റി. നിഫ്റ്റിയുടെ അനാലിസിസ് ആണെങ്കിലും നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ലിക്വിഡിറ്റി സ്ട്രാറ്റജിയാണ്, ലിക്വിഡിറ്റി ലെൻസ് സ്ട്രാറ്റജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലും ഇൻഡൈസസിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ വലിയൊരു ട്രെൻഡിന് ശേഷമുള്ള വാല്യൂ കറക്ഷന് ശേഷമാണ് ഇതിലേക്കൊരു റീ എൻട്രി എടുക്കാനുള്ള പോസിബിലിറ്റി നമ്മൾ കാണാറുള്ളത്, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുള്ളത്. സോ അത്തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2007 മുതൽ 2007 നവംബർ മുതലാണ് നമുക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഒക്ടോബറാണ്. 2007 ഒക്ടോബറിലുള്ളതാണ് വീക്ക്ലി ചാർട്ടിൽ നമുക്ക് ഫസ്റ്റ് ട്രേഡിംഗ് വ്യൂ അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ അതിനുശേഷം നമുക്കറിയാം നല്ല രീതിയിലൊരു ഡൗൺ ട്രെൻഡാണ് നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈവൻ 2009 മറ്റേ കൊളാപ്സ് ഒക്കെ, ക്രൈസിസ് ഒക്കെ അതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷമാണ് നിഫ്റ്റിയിലുള്ള ഒരു അപ് ട്രെൻഡ് നമുക്ക് ഫ്രഷ് ആയിട്ട് കാണുന്നത്. അപ്പം നമ്മൾ സ്റ്റോക്കിൻ്റെ കേസിലും ചെയ്യുന്ന പോലെ തന്നെ ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു വാല്യൂ കറക്ഷൻ ഉണ്ടാവും. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിബൊനാച്ചിയിൽ ലോ മുതൽ ഹൈ വരെ നമ്മൾ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ വരയ്ക്കുകയും വാല്യൂ ബോക്സ് ആയിട്ടുള്ള, നമുക്കറിയാം വാല്യൂ ബോക്സ് ഏതാണെന്നുള്ളത്. ഇതിനോടകം തന്നെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇതൊരു ബൈ ഹാർട്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് വാല്യൂ ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളൊരു വൈക്കോഫിയൻ സെറ്റപ്പിന് വേണ്ടിയിട്ട് നോക്കുന്നതും അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നോക്കുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അത് സ്റ്റോക്കിൻ്റെ കേസ് ആണെങ്കിലും ഇൻഡൈസസിൻ്റെ കേസ് ആണെങ്കിലും എക്സാക്ട്ലി സിമിലർ പാറ്റേൺ ആണ് കാലാകാലങ്ങളായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേ വാണ്ട് ടു കീപ്പ് ഇറ്റ് സിമ്പിൾ ടു അക്യുമുലേറ്റ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വാല്യൂ ഷെയർസ് ഇൻ ദ വാല്യൂ ഏരിയ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗോൾഡൻ ഏരിയ അല്ലെങ്കിൽ വാല്യൂ ഏരിയ എന്നൊക്കെ വിളിക്കുന്നത്. അവിടുന്ന് നല്ല വാല്യുവേഷനിലുള്ള സ്റ്റോക്ക് ആണെങ്കിലും മറ്റു കാര്യങ്ങളും അവർ മാക്സിമം അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ അതിന് അവർക്ക് വേണ്ട ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവരത് എന്ത് ചെയ്യും, റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യും. സോ സെയിം സെനാരിയോ നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം, ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. കാലാകാലങ്ങളായിട്ട് ഈ ആക്ടിവിറ്റി തന്നെയാണ്, ഇത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എവിഡൻസ് കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ നൈസ് ട്രേഡിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് ഓൺ ചെയ്യുകയാണ്. വീക്ക്ലി ടൈം ഫ്രെയിമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വൈക്കോഫിയൻ സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ വാല്യൂ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. നൗ വി ഹാവ് ടു വെയിറ്റ് ടു ഫോം ദി മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോർഷൻ. ഓക്കെ, മാനിപ്പുലേഷൻ ഈസ് ഹാപ്പനിങ്. ഇവിടുന്ന് ഒരു സെല്ല് കണ്ടു, ഒരു മാനിപ്പുലേഷൻ സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമുക്കറിയാം സെൽ ഓപ്ഷനാണ് നമുക്കൊരു മാനിപ്പുലേഷൻ സെറ്റപ്പ് കാണിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളൊരു ഫെയർ വാല്യൂ ബ്രേക്ക് ഔട്ട് ആയിരിക്കും. ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉള്ള ബ്രേക്ക് ഔട്ട് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതെപ്പം ബ്രേക്ക് ചെയ്യുന്നു അവിടെ മുതൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്.
ഇത് പാസ്റ്റിലുള്ള സാധനമാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോഴും നമുക്കറിയാം ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പം ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി പ്രൂവൺ സ്ട്രാറ്റജിയാണ്, ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള സ്ട്രാറ്റജി ആണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് ബ്രേക്ക് ആയി, അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് തിരിച്ച് ഈ ഒരു ടെസ്റ്റിലേക്ക് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി സോണിലേക്ക് ഒരു റീടെസ്റ്റ് കിട്ടാറുണ്ട്. ആ റീടെസ്റ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ വി ക്യാൻ സി this is breaking out, and our strategy, our end means target will be like 1.618. ഫസ്റ്റ് ടാർഗറ്റ് 1.382 അല്ലെങ്കിൽ 1.618 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ബോക്സിലേക്ക്, അല്ലെങ്കിൽ ടെൻഡേറ്റീവ് വാല്യൂ ബോക്സ് അല്ലെങ്കിൽ ടെൻഡേറ്റീവ് ലിക്വിഡിറ്റി ബോക്സ് എന്നൊക്കെ പറയും. സോ അതുവരെ അത് എത്തിയിട്ടുണ്ട് ഉണ്ടല്ലോ. അവിടുന്ന് ചെറിയ തരത്തിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു അനാലിസിസും കൂടി ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇതൊന്ന് പോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1.382 അല്ലെങ്കിൽ 1.618 എന്ന് പറയുന്ന ഈ ഒരു ടെൻഡേറ്റീവ് ലിക്വിഡിറ്റി ബോക്സ് ആണ്, വിച്ച് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ക്രൈറ്റീരിയ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുക, ടൈം ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുക. ഇപ്പോൾ നമ്മളുള്ളത് 2013 വിചാരിക്കുക. 2013 സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഈസ് അറ്റ് ഓൾ ടൈം ഹൈ. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് പ്രീവിയസ് ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫെയർ വാല്യൂകൾ നമുക്ക് കാണാൻ പറ്റും. ലിക്വിഡിറ്റി എവിടെയാണ് കിടക്കുന്നതെന്നെല്ലാം നമുക്ക് വീക്ക്ലി ബേസിലും ഡെയിലി ബേസിസിലും ഈവൻ മിനിറ്റ് ബേസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്കത് ചിത്രീകരിച്ച് തരുന്നുണ്ട്, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്, മറ്റു ടൂളുകളെ പോലെയല്ല. ഓക്കെ, സോ അതിൽ നമുക്ക് നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റിയെ നമുക്ക് നോക്കാനുണ്ടാവുള്ളൂ. അതിന് നമ്മളെല്ലാവരും ഹേർഡായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്, ഒരു കൂട്ടമായിട്ട് എല്ലാവരും ഒരു എന്താ പറയുക, കമ്മിങ് ടുഗദർ ടു സം പോയിന്റ്, അല്ലെങ്കിൽ എല്ലാവർക്കും അനുമാനിക്കാൻ പറ്റുന്ന ഒരു ടെൻഡേറ്റീവ് ലിക്വിഡിറ്റി നമ്മൾ കാണണം, അല്ലെങ്കിൽ ടാർഗറ്റ് കാണണം. ബിക്കോസ് ഇറ്റ്സ് ഓൾ ടൈം ഹൈ, നമുക്ക് പാസ്റ്റിന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ മാത്തമാറ്റിക് തിയറിയാണ് ഫിബൊനാച്ചി. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ബോക്സിലേക്കാണ് വരേണ്ടത് എന്നുള്ളതാണ്. സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലൊക്കെ നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് അടുത്തൊരു ടെൻഡേറ്റീവ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനെ തന്നെ നമുക്ക് ഫിബൊനാച്ചിയുടെ ഈ ഒരു മറ്റൊരു വണ്ടർഫുൾ ടൂളാണ് ടൈമും കൂടി നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത്. അതായത് ഈ 1.618 ഇവിടെ മുതലാണ് 1.618ഉം 2.618ൻ്റെയും ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഈ ടൂളിൻ്റെ അകമ്പടിയോടുകൂടി നമ്മൾ ഫിബൊനാച്ചിയും എടുക്കുന്നുണ്ട്, ഫിബൊനാച്ചിൻ്റെ ടൈം സ്ട്രാറ്റജി കൂടെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നൈസ് ട്രേഡ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അനാലിറ്റിക്സ് മോഡലാണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ, അതായത് 2016 ഒക്ടോബറിൻ്റെ ഉള്ളിൽ ഈ ഒരു 18,610 എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്ക്, ആ ഒരു ടെൻഡേറ്റീവ് ലിക്വിഡിറ്റിയിലേക്ക് നിഫ്റ്റി എത്തണം എന്നുള്ളതാണ് ഈ ഒരു ടൈം ബേസ്ഡ് മൂവ്മെൻറ്റിൻ്റെ ഇത് എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും റെലവൻ്റ് ആണ്. ഞാൻ ഏറ്റവും അവസാനത്തേക്ക് ഇതിന് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഒരു മാജിക് ഞാൻ കൂടുതൽ കൺഫേം ചെയ്യുന്ന രീതിയിലേക്ക് കാണിച്ചു തരാം എന്നുള്ളതാണ്. ഫിബൊനാച്ചി വരക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളത് പഠിക്കുക തന്നെ വേണം. അതായത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു മാജിക്കൽ ടൂളാണ് ഫിബൊനാച്ചി. ഓക്കെ, ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ വരക്കാം, റീട്രേസ്മെൻറ്റ് വരക്കാം, അതുപോലെ തന്നെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഫിബൊനാച്ചി അനലിറ്റിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, ഈ വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പവർ എന്താണെന്നുള്ളത്. സോ നമുക്കറിയാം, നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ എക്സ്റ്റൻഷനൊക്കെ ടൈം ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഒരു പോയിന്റ് കണ്ടോ, ഇവിടെയാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ളത്. ഈ പോയിന്റിലാണ് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൈം എക്സ്റ്റൻഷനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ പറഞ്ഞു വരുന്നത് 1.618 കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഫ്രെയിമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. വി ക്യാൻ റൺ ഇറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ സ്റ്റോക്കിലാണെങ്കിലും ഓപ്ഷൻസിലൊക്കെ ആണെങ്കിലും ലോങ് ടേം ഓപ്ഷൻസ് എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്റ്റോക്കിൽ ലോങ് ടേം എടുക്കുന്ന ആളുകൾക്ക് അവരുടെ ക്യാപിറ്റലിന് ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് അടുത്ത 5 കൊല്ലത്തേക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇത് ഇട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളത് ആ ടൈം ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത്ര ടാർഗറ്റ് കിട്ടുമെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, 8610 എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് നിഫ്റ്റി വന്നിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ബിഫോർ ദിസ് ടൈം ഫ്രെയിം. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് ടച്ച് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് എഗെയിൻ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി അല്ലേ. ഇവിടുത്തെ ഫെയർ വാല്യൂനെയും എടുത്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഗെയിൻ ഒരു ഫെയർ വാല്യൂ ബ്രേക്ക് ഔട്ട് കിട്ടി വിത്ത് എ ബൈയിങ് പ്രഷർ. അപ്പോൾ അതൊരു കൺഫർമേഷനാണ്. ആ ഒരു കൺഫർമേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, എഗെയിൻ നിഫ്റ്റി ഈസ് ടേണിംഗ് ബുള്ളിഷ്. കാരണം ഇത് ഒരു ഫ്രഷ് ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ഒരു കറക്ഷൻ, വാല്യൂ കറക്ഷൻ വന്നു. ഇവിടെ നമ്മളൊരു ഫിബൊനാച്ചി ഫ്രഷ് ആയിട്ട് വരക്കുകയാണെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഫിബൊനാച്ചിയുടെ കേസിൽ ഇവിടുന്ന് നമ്മൾ പുതിയതായിട്ടൊരു ഫിബൊനാച്ചി വരക്കുകയാണെങ്കിൽ ഇത് വാല്യൂ ഏരിയയിലാണ് കിടക്കുക. അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള ബൈ പ്രഷറും ഫെയർ വാല്യൂ ബ്രേക്കും ഇവിടെ കണ്ടു. ശേഷം ഒരു റീടെസ്റ്റ് ആൻഡ് ദെൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് എന്താണ്,
ഇനി നമുക്കുള്ളത് 2 എന്ന് പറയുന്ന ഏരിയയാണ്. ഫിബൊനാച്ചിയുടെ കേസിൽ 2 എന്ന് പറയുന്ന ഏരിയ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫുൾ ബ്രേക്ക്ഔട്ട് ഫിബൊനാച്ചി എക്സ്റ്റൻഷനിൽ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4 വരെ ആയിരിക്കും. ഏറ്റവും ഫുൾ ബ്ലൗൺ ഫിബൊനാച്ചിയുടെ ടാർഗറ്റ് 4.618 വരെയാണ്. അപ്പം ഒരു ഷോർട്ട് ടേമിലേക്കോ മിഡ് ടേമിലേക്കൊക്കെ നമ്മൾ 1.618ഉം 2.618 ഒക്കെ ടാർഗറ്റ് ആയിട്ട് എടുക്കുമെങ്കിൽ ലോങ് ടേമിലേക്ക് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4.618 ആയിരിക്കും. സോ ഈ കേസിൽ നമ്മൾ 4.618 വരെ നിഫ്റ്റി പോകുന്നതാണ് ഇതിൻ്റെ നിഫ്റ്റിയുടെ ഫുൾ ബ്ലൗൺ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്നതൊക്കെ നിഫ്റ്റിയുടെ വാല്യൂ കറക്ഷൻ ആയിരിക്കും. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിഫ്റ്റി 2009 മുതലേ ബുള്ളിഷ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇന്ത്യൻ മാർക്കറ്റ് വലിയൊരു ബിയറിഷ് മാർക്കറ്റ് കണ്ടിട്ടേ ഇല്ല. ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് 50% 60% ഒക്കെ മേലെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഗ്രാജുവൽ ആയിട്ട് വരുന്ന ഡിക്ലൈനെയാണ് നമ്മൾ ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മറ്റതിനെല്ലാം നമ്മൾ കറക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ബേസ് ചെയ്തിട്ട് കൂടിയാണ് നോക്കുന്നത്. ടൈം ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിനി അടുത്തത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 2.618 മുതൽ 3.782 വരെയുള്ള ഏരിയ ഫില്ല് ചെയ്യാനുള്ള ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 12,344 എത്താൻ നിഫ്റ്റി 2020 ഏപ്രിൽ എന്നുള്ള സമയം എടുക്കുമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് നോക്കൂ. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ടെസ്റ്റ് ചെയ്തിരിക്കണം. കാരണം 2.618 കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏരിയ 3 പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും ടൈമിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അത്രയും സമയത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അവർക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ടച്ച് ചെയ്തു ആൻഡ് യു ക്യാൻ സീ ടച്ച് ചെയ്തതിന് ശേഷം വളരെ ഡ്രാസ്റ്റിക്കൽ ആയിട്ടുള്ളൊരു വീഴ്ച നമുക്ക് കാണാൻ പറ്റി. ആ വീഴ്ച എന്ന് പറയുന്നത് എന്തായിരുന്നു? കോവിഡിൻ്റെ വീഴ്ചയായിരുന്നു. അതായത് കൊറോണയുടെ ഭയങ്കരമായിട്ടുള്ളൊരു കറക്ഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു സഡൻ കറക്ഷൻ ആയിരുന്നു. അതിനുശേഷം തന്നെ പെട്ടെന്ന് റിക്കവറി ഉണ്ടായി. ബിക്കോസ് ഓവറോൾ ഇത് നോക്കുന്ന സമയത്ത് ഫിബൊനാച്ചിയുടെ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഒരു ബിയറിഷ് മാർക്കറ്റ് ആവണമെങ്കിൽ നമ്മളുടെ ഈ ഒരു വാല്യൂ ബോക്സ്, നേരത്തെ നമ്മൾ വരച്ചിട്ടൊരു വാല്യൂ ബോക്സ് ഉണ്ട്, ഈ ബോക്സിന് താഴെ വരണമായിരുന്നു, അല്ലെങ്കിൽ ആ ബോക്സിൻ്റെയും താഴെ പോകണമായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ആ ബോക്സിൽ തന്നെ ആ ബോക്സ് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓൾസോ നിങ്ങൾ ഈ ഒരു സപ്പോർട്ട് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ മാർച്ച് 23 എന്ന് പറയുന്ന 2020 വീക്കാണ് ഏറ്റവും ഡിക്ലൈൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നത് കൊണ്ടുള്ള ഒരു കറക്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. എഗെയിൻ നമുക്ക് ഇങ്ങോട്ടേക്ക് ആ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു ട്രബിൾ മാത്രമായിരുന്നു COVID-19 എന്ന് പറയുന്നത്. ആ COVID-19 2 എന്ന് പറയുന്ന അവിടുന്ന് ടച്ച് ചെയ്ത് ഭയങ്കര ഡ്രാസ്റ്റിക്കലി വീഴുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ നോക്കൂ, 1.382 എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു ഗേറ്റ് വേ ആയിട്ടാണ് കാണുന്നത്. അതായത് ഫിബൊനാച്ചി എക്സ്റ്റൻഷനിൽ 1.382 അതുപോലെ 1.618നെ മറികടന്ന് കഴിഞ്ഞാൽ അതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വിൽ ബി ബുള്ളിഷ് ഓൺലി. അതായത് മാർക്കറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി 4ലേക്ക് പോകുക എന്നുള്ളതാണ്. 4.618 അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് കംപ്ലീറ്റ് ബുള്ളിഷ്നെസ് ഒരു സൈക്കിള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ കാണുന്നത്. അപ്പോൾ അത് അവിടെ എത്തുന്നുണ്ടോ, എപ്പോഴാണ് എത്തുന്നത് എന്നൊക്കെ നമുക്ക് ഇപ്പോഴേ നോക്കാൻ വേണ്ടി പറ്റും. അപ്പം കാരണം ഇനിയിപ്പോൾ ഞാനത് പ്ലേ ചെയ്യുന്നില്ല. 3.782 മുതൽ 4.764 വരെ എത്തേണ്ടത് 2023 ഫെബ്രുവരിയോട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ അത് എത്തണം എന്നുള്ളതുകൊണ്ട് ഈ ഒരു റിക്കവറി ഡ്രാസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൊറോണയുടെ ഒരു ഇതൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ പെട്ടെന്നുള്ള ആ റിക്കവറിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അതാണ്. ഇനി 4.764 സോറി 4.764 ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 2024 നവംബറാണ്. കാരണം അതിനുശേഷം 5.382 തുടങ്ങുകയാണ്. ഓക്കെ, സോ ഇവിടം വരെയാണ് 2024 നവംബർ അല്ലെങ്കിൽ ആ ഒരു ഡിസംബർ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിഫ്റ്റിയുടെ കംപ്ലീറ്റ് ബുള്ളിഷ്നെസ് സൈക്കിൾ കവർ ചെയ്യണം എന്നുള്ളതാണ്. ഫിബൊനാച്ചിയുടെ, കാരണം ഫിബൊനാച്ചിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെൻഡേറ്റീവ് ടാർഗറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ബുള്ളിഷ്നെസ് എവിടെ നിർത്തണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം ഫ്യൂച്ചർ ലിക്വിഡിറ്റി എന്ന് പറയുന്നതിന് നമ്മളെല്ലാവരും എന്താ പറയുക, ഐക്യകണ്ഠേന തീരുമാനിക്കുന്നത്, എല്ലാവരും എന്നല്ല, കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും മറ്റ് ഹെഡ്ജ് ഫണ്ടേഴ്സൊക്കെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കാൻ അവർ വിചാരിക്കുന്നതാണ് കാമറില്ല, ഫിബൊനാച്ചി എന്നൊക്കെ പറയുന്ന ലെവൽസ്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്. അപ്പോൾ ഫിബൊനാച്ചിയുടെ ലെവൽസ് എന്താണോ ആ ലെവൽസിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ 3.786 എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ടൈം ഫ്രെയിം ആണിത്. അപ്പം നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് 3.786 കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഫ്രെയിമാണ്. അത് എന്ന് പറയുന്നത് 2023 ഫെബ്രുവരിൻ്റെ മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ ഒരു റിക്കവറി പെട്ടെന്ന് വന്നിട്ട് ഇത് ടച്ച് ചെയ്യണമെങ്കിൽ ഇത്രയും സമയമാണ് നമുക്കുള്ളത്. സോ ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ട്, നല്ല രീതിയിലുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു മാർക്കറ്റ് വീഴുന്ന സമയത്ത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ്, കാരണം ഓൾറെഡി 2.618 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 16,700 ആണ്. അതിന് നമുക്ക് ഫിബൊനാച്ചിയുടെ തന്നെ ടൈം അനലറ്റിക്സ് വെച്ചിട്ട് നമ്മളുടെ
നൈസ് ട്രേഡ് തന്നെ ടൂൾ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നൈസ് ട്രേഡിന്റെ ബ്രേക്ക് ഔട്ട് ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പോൾ ആ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ആ ബൈയിങ് പ്രഷർ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ബൈയിങ് പ്രഷർ ഉള്ള ഏരിയയിലേക്കാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ടൂളിനെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ആ ഒരു ഏരിയ അത്രയും റെലവൻ്റ് ആണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഈ 2023 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു 16,700 ടച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ കൊറോണയുടെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ ഇത് ഈ ഒരു അനാലിറ്റിക്സ് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം ഇത്ര ടൈം ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏകദേശം 3 ഇയേഴ്സിൻ്റെ ടൈം ഫ്രെയിമാണ്, അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നിഫ്റ്റി ബീസ് എടുക്കുകയാണെങ്കിലും നിഫ്റ്റി 50യിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ഈ ഒരു ടാർഗറ്റ് പോസിബിൾ ആയിരുന്നു. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റിക്കവറിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്, അല്ലേ? ഇവിടെ വന്നിട്ട് ഇതിനെ ടച്ച് ചെയ്തു, ഏകദേശം അതിനെയും ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്, ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഈ ഒരു ടൈം ഫ്രെയിമിലാണ് നമുക്ക് 4 എന്ന് പറയുന്ന ഫിബനാച്ചിയുടെ ഫുൾ ബ്ലൗൺ ബ്രേക്ക് ഔട്ട് നിഫ്റ്റിയിൽ സംഭവിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് അത് 4ലേക്ക് എത്തേണ്ടതുള്ളൂ. അതുവരെ കൺസോൾട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. 3 എടുത്തു കഴിഞ്ഞു, ആ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ 3 അത് എടുത്തു കഴിഞ്ഞു. ഇനി 4ൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിനു മുമ്പ്, അതായത് 2024 നവംബറിന് മുമ്പാണ് 4ൻ്റെ ടൈം ഫ്രെയിം പറഞ്ഞിരുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മുമ്പ് തന്നെ 4 എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാനിവിടെ പോസ് ചെയ്യാണ്. ഇവിടുന്ന് തന്നെ നിഫ്റ്റിയുടെ ഒരു കംപ്ലീറ്റ് ബുള്ളിഷ്നെസ് സൈക്കിൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന് ശേഷം വലിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ്, അതായത് ഈ ഒരു എക്സാക്ട്ലി 4.764 എന്ന് പറയുന്ന ഈ ഒരു വര കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ്. ഇതിപ്പോഴും ഈ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടില്ല. ഓക്കെ, അത്രയും വലിയ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നിഫ്റ്റി മേലേക്ക് പോയത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് ഇതിൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള മൂവ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാല്യൂ മൂവ്മെൻ്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ബബിൾ മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം 4 വരെയുള്ളത് നമുക്ക് അറിയാം, അതായത് നിഫ്റ്റി 2009 ബ്രേക്ക് ഔട്ട് ആയി ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്, അൾട്രാ ബുള്ളിഷ് മൂവ്മെൻറ്റ് ലോങ് ടേമിലേക്ക് കൊടുത്തു. ആ ഒരു ബുള്ളിഷ് മാർക്കറ്റ് അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് 20,000 ആയിരുന്നു. പക്ഷേ 20,300 എന്ന് പറയുന്ന ലെവല് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ വരുന്നത് ഒരു വലിയൊരു പോസിറ്റീവ് ന്യൂസ് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. 2024 വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഈവൻ ഇലക്ഷൻ്റെയും പൊളിറ്റിക്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഈവൻ ഒരു കോalition ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് പോലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അതിനൊരു സ്ഥിരത ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. സോ അത്തരം മാർക്കറ്റിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുന്നത് പ്രോബ്ലം ആണെന്ന് അന്നത്തെ അനാലിസിസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇലക്ഷൻ റാലിക്ക് ശേഷമുള്ള. സോ അത്തരത്തിലൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു ബബിളാണ് എന്നുള്ളതും ആ ബബിളിന് ശേഷം നമുക്കൊരു വാല്യൂ കറക്ഷൻ ഉണ്ടാവും എന്നുള്ളതും. സോ അത് നമുക്ക് നോക്കാം, ഉണ്ടല്ലേ? ഇവിടുന്നാണ് നമുക്ക് ആ ഒരു ഇലക്ഷൻ റാലി പോസിബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമുക്കറിയാം ഒരു ബബിൾ ക്രിയേഷൻ ആയിരുന്നു. സോ ആ ബബിൾ ബേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വാല്യൂ കറക്ഷനിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. ഓക്കെ, സോ വന്നു, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലൊരു വാല്യൂ കറക്ഷൻ വന്നു. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് 4 എന്ന് പറയുന്ന ഏരിയ പറഞ്ഞ സമയത്ത് ഇത് കൃത്യമായിട്ട് എടുത്തു കളഞ്ഞു. അതിനുശേഷം ഇനിയുള്ളത് എന്ന് പറയുന്നത് 5.8382 ആണ്. അതായത് ഒരു ഫ്രഷ് ട്രെൻഡ് ഇവിടുന്ന് തുടങ്ങുകയാണ്. കാരണം നമുക്കറിയാം 4 എന്നുള്ളതായിരുന്നു ഒരു ബുള്ളിഷ് സൈക്കിളിൻ്റെ പീക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബുള്ളിഷ് സൈക്കിൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടുന്ന് നമ്മളൊരു ഫിബനാച്ചി എക്സ്റ്റൻഷൻ വരച്ചിട്ട് 1.38 നമ്മൾ വരക്കുകയാണ് ഇവിടുന്ന് ചെയ്യുന്നത്. ഓക്കെ, അത് വരക്കുമ്പോൾ നമുക്ക് 1.382 എന്ന് പറയുന്ന ആ ഒരു ഏരിയ എവിടെയാണോ അവിടെ ആയിരിക്കാം നമ്മളുടെ അടുത്ത ബുള്ളിഷ് മൂവിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഫ്രഷ് ആയിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ വേണമെങ്കിൽ ഞാൻ ഒരു യെല്ലോ കളറാക്കാം. ഇതാണ് ഫ്രഷ് മൂവ്മെൻ്റ് ആയിട്ടുള്ള അടുത്ത, അതായത് ഇതോടുകൂടി ഫസ്റ്റ് ബുള്ളി സൈക്കിൾ തീർന്നു. ഇനിയുള്ള ബുള്ളി സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിന് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുക, കാരണം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഡെയിലിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ഡെയിലിയിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതാണ് പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു കറക്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ അതിനെ ഒന്ന് ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുള്ള അനാലിസിസ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആ ഒരു വൈക്കോഫിയൻ സെറ്റപ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഫെയർ വാല്യൂ എടുത്തു കളഞ്ഞു. സോ ഇനി ഉള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 1.382 ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 25th ഒക്ടോബർ എന്നുള്ള പറയുന്ന ആ ഒരു സമയമാണ്. ഓക്കെ, ഇനി നമ്മൾ ആ ലോങ് ടേമിൻ്റെ ചാർട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇനി നമ്മൾ ഇത് ഫ്രഷ് ആയിട്ട് ഇത് എടുക്കാം.
കാരണം ഇത് നമ്മൾ ലോങ് ടേമിൻ്റെ ലെവൽസിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ആക്ടിവിറ്റിയാണ്. ഓക്കെ. സോ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഡെയിലി ടൈം ഫ്രെയിമാണ്. ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ഫ്രഷ് ബ്രേക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബുള്ളിഷ്നെസ് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് നമ്മൾ നേരത്തെ നിഫ്റ്റിയുടെ 2009 വരച്ച അതേപോലത്തെ ഒരു ട്രെൻഡ് നമ്മൾ വരക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ട്രെൻഡ് എക്സ്റ്റൻഷൻ, അതായത് ഫിബൊനാച്ചിയുടെ എക്സ്റ്റൻഷനെ ടൈം ബേസ് ചെയ്തിട്ടുള്ള ഇതുമാണ്. സോ അതിന് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് എവിടെയാണ് നടന്നതെന്ന് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ മാക്സിമം ടൈം പീരിയഡ് ടു ടെസ്റ്റ് 29,600 എന്ന് പറയുന്ന റേഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞ റേഞ്ച് എന്ന് പറയുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഓഗസ്റ്റ് ആണ് കാണിച്ചത്. പക്ഷേ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഡിസംബർ ആണ് നമുക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ ജനുവരി 10 എന്ന് പറയുന്നത്, അതായത് 2026 ജനുവരി 10 എന്ന് പറയുന്ന ലെവലാണ്. സോ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി 29,000 അല്ലെങ്കിൽ 30,000 എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് അനദർ 6 months ആണ്. ഓക്കെ. സോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈ പ്രഷർ ക്യാൻഡലിന് മേലെ, ഇവിടെയാണ് ആ ക്യാൻഡിൽ, ഇതിൻ്റെ മേലെ നിഫ്റ്റി റിമൈൻ ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് ഓൾ പോസിബിലിറ്റി ടു ടെസ്റ്റ് 30,000 ഓർ 29,500 ആസ് പെർ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ആൻഡ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൈം ബേസ്ഡ് സ്ട്രാറ്റജി. ഓക്കെ. സോ നമ്മൾ പറയുന്നത് ഇത്രയും അടുത്തൊരു 6 മാസത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 30,000 വരെ എത്തണമെങ്കിൽ എടുക്കാവുന്ന സമയത്തിനെ കുറിച്ചാണ്. നിഫ്റ്റിയുടെ തന്നെ ഒരു സ്കെൽട്ടൻ അനാലിസിസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, ഒരു DNA അനാലിസിസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മളിത് എടുക്കുന്നത് എന്നുള്ളതാണ്. സോ ഇതൊരു റെക്കമെൻഡേഷനോ അങ്ങനെയുള്ള ഒന്നുമല്ല, എൻ്റെ മാത്രമായിട്ടുള്ള ഒരു അനാലിസിസ് ഞാൻ നിങ്ങളുടെ അടുത്ത്, എൻ്റെ ഒരു ഫൈൻഡിങ് നിങ്ങളുടെ അടുത്ത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തു തരികയാണെന്നുള്ളതാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി വെച്ചിട്ടും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഫിബൊനാച്ചി എന്ന് പറയുന്ന ലെവലിന് നമുക്ക് ടൈമിനെയും കൂടി എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു അനാലിസിസ് പിന്നീട് വന്നിട്ട് ഇതിനെ നമുക്ക് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ആസ് ഓഫ് നൗ ദ കൺക്ലൂഷൻ ഈസ് ദാറ്റ് if the bullishness remains strong, there is all possibility to test 29,000 by the end of this year. Okay, if you like this analysis, please consider sharing at large. Okay, so that will be a motivation for me to do the research again and again regarding the stocks and all. അപ്പോൾ ഇതൊക്കെ സ്റ്റോക്കിലും പോസിബിൾ ആണ് എന്നുള്ളതാണ്. സോ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മന്ത്ലി ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടും പ്രീമിയം ഗ്രൂപ്പിലൊക്കെ നമ്മളത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് ഗെറ്റ് ഇറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സി യു അഗൈൻ വിത്ത് അനദർ ഗുഡ് അനാലിസിസ്.